നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിൽ പല ആളുകളും ചോദിക്കാറുണ്ട്, നമ്മുടെ വാട്സപ്പിൽ സുഹൃത്തുക്കളുമായി ചാറ്റ് ചെയ്ത ചാറ്റ് മെസ്സേജുകൾ അല്ലെങ്കിൽ നമ്മുടെ മറ്റാരെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ചാറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ചാറ്റ് മെസ്സേജുകൾ ഒരു രീതിയിലും തിരിച്ചെടുക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാന്നതിനെക്കുറിച്ച് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. അപ്പോൾ വാട്സപ്പിനകത്ത് എങ്ങനെയാണ് നമ്മൾ സുഹൃത്തുമായിട്ട് ചാറ്റ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരുമായി ചാറ്റ് ചെയ്ത മെസ്സേജുകൾ തിരിച്ചെടുക്കാനാകാതെ ആരെങ്കിലും ഒരാൾ മൊബൈൽ ഫോൺ എടുത്ത് ചാറ്റ് ബാക്കപ്പോ മറ്റോ ചെയ്ത് നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാനുള്ള ശ്രമമുണ്ടെങ്കിൽ അത് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിലുണ്ടാകും ഗൂഗിൾ ഡ്രൈവ് എന്നുള്ള ഈ ഒരു ആപ്പ്. ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. നിങ്ങൾ ഏത് മെയിൽ ഐ ഡി ആണോ വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ മെയിൽ ഐ ഡി പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യണം. ഞാനിവിടെ ആ ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്തു. ശേഷം അടുത്ത ഭാഗത്ത് 3 ലൈൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാക്കപ്പ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ബാക്കപ്പ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒക്ടോബർ 11, അതായത് കഴിഞ്ഞ ഒക്ടോബർ 11-ാം തീയതി എൻ്റെ വാട്സപ്പ് ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ വാട്സപ്പിൻ്റെ നമ്പർ കാണാൻ സാധിക്കും, ഏത് വാട്സപ്പാണ് ബാക്കപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്യാറുണ്ടെങ്കിൽ ആ ബാക്കപ്പ് ചെയ്ത് ഇതുപോലെ ഗൂഗിൾ ഡ്രൈവിലാണ് കാണാൻ സാധിക്കുക. ഇവിടെ വാട്സപ്പ് എന്ന് കാണും, ആ മൊബൈൽ നമ്പറും കാണിക്കും, ലാസ്റ്റ് ബാക്കപ്പ് ചെയ്ത ഡേറ്റ് കാണിക്കും. ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്നത് ചെയ്യേണ്ടത് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഒന്നുകിൽ ഡിലീറ്റ് ബാക്കപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഡിലീറ്റ് ബാക്കപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകൾ ഇതുപോലെ ബാക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ അത് ഒരാൾക്കും തിരിച്ചെടുക്കാത്ത രീതിയിൽ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അല്ലെങ്കിൽ ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഈ ബാക്കപ്പ് നടക്കുന്നത് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഈ 2 സെറ്റിങ്സാണ് ഇതിനകത്തുള്ളത്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ബാക്കപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും, നമുക്കത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നേരെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും, നമുക്കത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്നത് ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ചെയ്യും. ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബാക്കപ്പ് ചാറ്റുകൾ റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. അത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണും. ഇതുപോലെ വീക്ക്ലി എന്നോ ഡെയിലി എന്നോ മന്ത്ലി എന്നോ ആണെങ്കിൽ നിങ്ങൾ നേരെ ഏറ്റവും മുകളിലുള്ള നെവർ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഏറ്റവും മുകളിൽ നെവർ എന്ന് കാണുന്ന ഭാഗത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു ക്രിയേറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്രിയേറ്റ് പാസ്വേഡ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓർക്കുക, ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലെറ്റർ നമുക്ക് ഇംഗ്ലീഷ് ലെറ്റർ വേണം, ബാക്കിയുള്ളത് നിങ്ങൾ അക്കങ്ങൾ ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങൾക്ക് കംഫർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ പാസ്വേഡ് ഇവിടെ റീടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്പസമയം എടുത്ത് കഴിഞ്ഞാൽ എനേബിൾ ആയി വരുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബാക്കപ്പ് നടക്കും. ബാക്കപ്പ് നടന്നതിന് ശേഷം നിങ്ങളുടെ എല്ലാ മെസ്സേജുകളും ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് വെച്ച് സെക്യൂർ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ബാക്കപ്പ് ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് കൂടെ അവർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ ഇതുവരെയുള്ള മുഴുവൻ ചാറ്റ് ഡീറ്റെയിൽസും ഒരാൾക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.